നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, വീട്, സ്ഥലം, സ്നേഹത്തിലും വാത്സല്യത്തിലുള്ള ഒരു നോട്ടം പോലും ഇല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റപ്പെടുത്തലും നിന്ന് നിറഞ്ഞ നോട്ടവും പെരുമാറ്റവും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലേ? ഓർമ്മയുണ്ടല്ലോ നമുക്കിടയിലുള്ള കരാറ്. എടാ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. മോള് ഭാഗത്തേക്ക് വാ. നടക്കുമോളെ. അച്ഛാ, സാറ് വരണം. നശിച്ചു, എല്ലാം നശിച്ചു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എനിക്കിവിടെ ഇപ്പൊ തന്നെ ശ്വാസം മുട്ടി തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, വീട്, സ്ഥലം, സ്നേഹത്തിലും വാത്സല്യത്തിലുള്ള ഒരു നോട്ടം പോലും ഇല്ല. എങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റപ്പെടുത്തലും നിന്ന് നിറഞ്ഞ നോട്ടവും പെരുമാറ്റവും. ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നല്ലേ? ഓർമ്മയുണ്ടല്ലോ നമുക്കിടയിലുള്ള കരാറ്.
നിനക്കെല്ലാത്തിനും കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു ഭാമേ. എല്ലാം നിന്റെ പരിധിക്ക് നിർത്താൻ നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ചുറ്റുമുള്ളവർ ജീവിക്കാൻ പാടുള്ളൂ. നീ ആഗ്രഹിക്കുന്ന പോലെ അവരൊക്കെ പെരുമാറണം, ചിന്തിക്കണം, സ്വപ്നം കാണണം. എന്തിനാ എന്തിനാ നീ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അവർ സ്വന്തം ഭർത്താവിനോടോ ഭാര്യയോടോ ഒപ്പം ഉറങ്ങാൻ പോലും പാടുള്ളൂ. രാഘവേട്ട എന്തൊക്കെയാ പറയുന്നത്? പറയുന്നതല്ല ഭാമേ, നീ പറയിപ്പിക്കുന്നതാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം മക്കളോടൊക്കെ നീ എന്താ ചെയ്തതെന്ന്. പ്രീതിയെ സമാധാനത്തോടെ ഭർത്താവിനൊപ്പം ജീവിക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ? ഉണ്ടോ? വർഷം എത്രയാ അവർക്ക് അകന്നു കഴിയേണ്ടി വന്നത്? ഒടുവിൽ ഗർഭമുണ്ടായപ്പോ പോലും അവൾക്ക് പെറ്റമ്മയിൽ നിന്ന് മറച്ചു വെക്കേണ്ടി വന്നു. കഷ്ടം. ഛെ. പിന്നെ നിന്റെ മകൻ വിഷ്ണുവിന് താലി കെട്ടിയ പെണ്ണിനൊപ്പം ഒരു ദിവസം സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അവരുടെ ആദ്യ രാത്രിക്ക് പോലും വിലങ്ങുതടിയായില്ലേ നീ? അതും എത്ര തവണ? കഷ്ടം തന്നെ. ഒടുവിലേ നിന്നെ പേടിച്ച ആ സാധു, നിന്റെ മകന്റെ ഭാര്യ ശാലിനി ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോയി. 6 വർഷമാ, 6 വർഷത്തോളം ജീവിതം. 6 വർഷവും നിന്റെ മകൻ ഇവിടെ അവളെ കാത്തിരുന്നു. ശാലിനി തിരിച്ചു വന്നതേ കളക്ടറായിട്ട് ജില്ല ഭരിക്കാൻ വേണ്ടി അല്ല ഭാമേ, നമ്മുടെ മകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാ. എന്നിട്ടും നീ സമ്മതിച്ചു? ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ കഴിയില്ല ഭാമേ ഒരാൾക്കും. നിന്റെ മകൻ എന്തെങ്കിലും കടുങ്ക ചെയ്താൽ പോലും അതിനുത്തരവാദി നീ മാത്രമായിരിക്കും. അവനത് ചെയ്യും ഭാമേ. മകന്റെ ഉള്ളറിയാവുന്നൊരു അച്ഛനായി പറയുന്നത്. ഭാമേ, പോയി കൊണ്ടുപോയതിന്റെ മോനെ റെയിൽവേ ട്രാക്കിലോ കുളത്തിലോ കായലിലോ എവിടാന്ന് വെച്ചാ കൊണ്ടുപോവാ. ഭാമേ, നന്നായി ഓർക്കുന്നുണ്ട്. 10-37 വർഷം മുമ്പേ ഒരു ലേബർ റൂമിന് മുമ്പില് കാത്തുനിന്ന കൈകളിലേക്ക് കുഞ്ഞിക്കണ്ണുകൾ ചിമ്മിക്കൊണ്ടിരുന്ന റോമനക്കുട്ടനെ വച്ചെന്നതേ. അവന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്ക് വീണ് കിട്ടുകില്ലേ? അത് കൊണ്ടുപോവാമേ, കൊണ്ടുപോവാ. മനസ്സിൽ ചിതയെ വെച്ച് കത്തിച്ചോളാം ഞാൻ. അതിനൊപ്പം എരിഞ്ഞടങ്ങി ഈ രാഘവൻ നായരും. ആ ചിതയുടെ ചൂടാറിയിട്ടെ നീ കയറി പുറത്താ മതി ഈ കൊട്ടാരത്തില്. നീയും നിന്നെ അനുസരിക്കുന്ന ഭൂതഗണങ്ങളും പിന്നിവിടെ എന്ത് വേണമെങ്കിലും അയക്കോ. രാഘവൻ നായരില്ല ഭാമേ, ഈ രാഘവൻ നായരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.